ഹലോ ഹായ് നമസ്കാരം. എഫ്രോസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടമ്മമാരെ സംബന്ധിച്ച് ചോറ് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ഏറ്റവും വലിയ ടാസ്ക്കായി എന്ത് കറി വയ്ക്കും ഡെയിലി എന്നുള്ളൊരു ടാസ്ക് ആണ് നമ്മളുടെയൊക്കെ ജീവിതത്തിൽ. അപ്പോൾ ഇന്ന് നമുക്കൊരു കൂട്ടുകറി സദ്യ സ്പെഷ്യൽ കൂട്ടുകറി ഉണ്ടാക്കി നോക്കാം. അപ്പോൾ അതിനാവശ്യമായ ചേരുവകൾ നമുക്ക് നോക്കാം. കടലപ്പരിപ്പ്, കുറച്ച് പേരൊക്കെ കടലയിൽ വെക്കുന്ന കണ്ടിട്ടുണ്ട്, നമ്മുടെ കറിക്കടലയിൽ. പക്ഷേ ശരിക്കും കൂട്ടുകറി വെക്കുന്ന കടലപ്പരിപ്പിലാണ്. അപ്പോൾ കടലപ്പരിപ്പ് നമ്മൾ വെള്ളത്തിൽ ഒരു 10-15 മിനിറ്റ് കുതിർത്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ ചേന നല്ല ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ചേന. അതേപോലെ നേന്ത്രക്ക, ഏത്തക്ക അതേപോലെ തന്നെ നല്ല ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് നാളികേരം. അപ്പോൾ ഒരു തേങ്ങയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഹാഫ് പോർഷൻ നമുക്ക് അരയ്ക്കാനായിട്ട് വേണം, ഹാഫ് നമുക്ക് വറുത്തിടാനും കൂടെ വേണം. അപ്പോൾ തേങ്ങയും അതേപോലെ ജീരകം, അരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ജീരകമുണ്ട്. അത് കഴിഞ്ഞാൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, അതേപോലെ ശർക്കര. കൂട്ടുകറി എന്ന് പറയുമ്പോൾ മധുരമാണല്ലോ ഏറ്റവും കൂടുതൽ. അപ്പോൾ ശർക്കര, ഞാൻ 1.5 ശർക്കര എടുത്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ കടുക് വറുക്കാൻ വെളിച്ചെണ്ണ, കടുക്, ഉണക്കമുളക്, അത് കറിവേപ്പില. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് സദ്യക്ക്. ഈ കറക്റ്റ് എങ്ങനെയാണ് കുറേ ഇനി വെജിറ്റബിൾ ആഡ് ചെയ്യുന്നവർക്ക് ആഡ് ചെയ്യാം, ഉരുളക്കിഴങ്ങ് ഒക്കെ ആഡ് ചെയ്യാം. പക്ഷേ നമ്മളിത് ആഡ് ചെയ്യുന്നില്ല. നമ്മൾ ഈ 2 വെജിറ്റബിൾ മാത്രം വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് എൻ്റെ അച്ഛൻ നല്ലൊരു കുക്കായിരുന്നു, സദ്യ വയ്ക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ അച്ഛൻ ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു റെസിപ്പിയാണ് ഇത്. അപ്പോൾ നമുക്ക് ഒരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് ഈ പരിപ്പിനെ നമുക്കൊന്ന് വേവിക്കാനായിട്ടിടാം. പരിപ്പ് ഒത്തിരി വെന്ത് പോകാൻ പാടില്ല കേട്ടോ, കുറച്ചിങ്ങനെ കടിക്കാനായിട്ട് അങ്ങനെ കിടക്കണം. നല്ലോണം വെന്ത് ഉടഞ്ഞു പോകരുത്. പകുതി വേപ്പ് ഞാൻ കുറച്ച് വെള്ളമേ വെച്ചിട്ടുള്ളൂ. എന്നിട്ട് നമ്മൾ കഴുകി നന്നായി കുതിർക്കാൻ വെച്ച വെള്ളം, ആ വെള്ളം തന്നെ നമുക്ക് ഇതിലേക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒത്തിരി ഉപ്പിടണ്ട, ഇതിനാവശ്യത്തിനുള്ളൊരു കുറച്ച് ഉപ്പിട്ടിട്ട് ഈ പരിപ്പിലൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി മാത്രം കുറച്ച് ഉപ്പിട്ടിട്ട് നമുക്ക് കുക്കർ അടച്ച് വെച്ച് വേവിക്കാം. നമുക്ക് ഒരു വിസിൽ നോക്കാം. എന്നിട്ട് അതിൻ്റെ എയർ കളഞ്ഞിട്ട്, കാരണം ഒത്തിരി നമുക്ക് വേകാനായിട്ട് പാടില്ല. അപ്പോൾ അതൊരു വിസിലടിക്കട്ടെ. അപ്പോൾ കടലപ്പരിപ്പ് വേകുമ്പോഴത്തേനും നമുക്ക് ഈ ഉള്ള വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് വേവിച്ചെടുക്കാം. ഒന്നും നമുക്ക് ഒത്തിരി വെന്തുടഞ്ഞ് പോകാൻ പാടില്ല. അപ്പോൾ വെജിറ്റബിൾ വേവിക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നേന്ത്രക്ക, അതായത് ഏത്തയ്ക്ക, നമുക്ക് ഇതിനകത്തോട്ട് ഇട്ടെടുക്കാം. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കാം. കാര്യം ഇതിൽ ഒത്തിരി വെള്ളമില്ലാത്തൊരു കറിയാണല്ലോ, നന്നായിട്ട് കുഴഞ്ഞിരിക്കുന്ന അതാണ്. അപ്പോൾ ഒത്തിരി വെള്ളം ഒഴിക്കരുത്, നമ്മൾ നോക്കിയിട്ട് വേണം വെള്ളം ഒഴിക്കാൻ. അപ്പോൾ ഇതിലേക്ക് നമുക്ക്, അപ്പോൾ നമ്മൾ കായ ഇട്ടിട്ടുണ്ട്. കായ ഒന്ന് തിളച്ച് വന്നിട്ട് നമുക്ക് ചേന ഇടാം. കാരണം ഇപ്പോൾ കർക്കിടക മാസം ആയതുകൊണ്ട് ചേന പെട്ടെന്ന് വേകും. അപ്പോൾ നമുക്ക് കായ ഒരു 3/4 വേഗമാകുമ്പോൾ നമുക്ക് ചേന ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ കൂടെ നമുക്ക് ബാക്കിയുള്ള ചേരുവകൾ കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ കുക്കർ ഒരു വിസിലെടുത്ത് നമ്മൾ ഓഫ് ചെയ്തിട്ടുണ്ട്. വെജിറ്റബിളും നമ്മളിവിടെ വേകാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് വേണ്ട അരപ്പ് അരച്ചെടുക്കാം. 1 സ്പൂൺ ജീരകം, അതേപോലെ ഇതിന്ന് 1 തേങ്ങ ചിരവി വെച്ചാണ് പകുതി നമ്മളെടുത്തിട്ട് അരയ്ക്കാം. നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം, അധികം വെള്ളം ചേർക്കാൻ പാടില്ല. അപ്പോൾ നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുത്തിട്ട് കാണാം. അപ്പോൾ കായ അത്യാവശ്യം അങ്ങനെ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുണ്ടോ, നമുക്കിനി ചേന ഇട്ട് വെക്കാം. കുറച്ചും കൂടെ നമുക്ക് വെള്ളം ഇതിനകത്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ അത് കായ അങ്ങ് ഒത്തിരി അടുക്കി പിടിച്ച് പോകും.
പിന്നെ ചേന ഒന്ന് ആവിയിലൊന്ന് വേഗം വേണം. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്കതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതിൽ മുളക് പൊടിയുടെ ഒന്നും അല്ല എരിവ് അധികം, അതുകൊണ്ട് ഒരു കളറ് കിട്ടാൻ വേണ്ടി മാത്രം നമ്മൾ ഒരു 1/4 സ്പൂണ് മുളക് പൊടി. നമുക്കിതിൽ ഏറ്റവും കൂടുതൽ എരിവ് കൊടുക്കുന്നത് പിന്നെ കുരുമുളക് പൊടിയാണ്. അപ്പോൾ നമുക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. 2 സ്പൂൺ കുരുമുളക് പൊടിയാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. അത് മൊത്തത്തിൽ ഇട്ട് കൊടുക്കാം. നമ്മൾ ശർക്കരയും കൂടി ഇടുന്നുണ്ട്, അത് ചെറിയൊരു മധുരം എരിവും അങ്ങനെ. ഇതുകൂടെ കിടന്നിട്ട് ഒന്നും കൂടെ ആവി കയറിയതിന് ശേഷം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പിട്ട് കഴിഞ്ഞാൽ കഷ്ണങ്ങൾ വെജിറ്റബിൾസ് വേകാനായിട്ട് കുറച്ച് സമയം എടുക്കും. അപ്പോൾ അത് കാരണം നമുക്ക് അതൊന്ന് ഈ ചേനയൊന്ന് ആവി കയറുന്ന വേഗട്ടെ. അതിന് ശേഷം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. കുക്കറിലൊക്കെ നമ്മളിപ്പോൾ ഈ വെജിറ്റബിൾ ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. പക്ഷേ നമ്മളിത് അല്ലാതെ പാനിൽ വെച്ചുകൊണ്ട് നമുക്ക് ഉപ്പിട്ട് കഴിഞ്ഞാൽ ചേന പെട്ടെന്ന് വെന്ത് കിട്ടത്തില്ല. അപ്പോൾ നമ്മളിപ്പോഴും കഷ്ണം ഒരുവിധം വേകുമ്പോൾ മാത്രമേ നമ്മൾ ഉപ്പിട്ട് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് പരിപ്പ് നോക്കാം. സ്വിച്ച് ഓഫ് ചെയ്തു. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒത്തിരി വെന്തിട്ടൊന്നുമില്ല, ഇങ്ങനെ ഈ വിധത്തിൽ കിട്ടിയാൽ മതി. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. പരിപ്പിന് നമ്മൾ കുറച്ച് ഉപ്പ്, കടലപ്പരിപ്പിൽ ഉപ്പിട്ടിട്ട് വേവിച്ച്, അപ്പോൾ ഈ കായ്ക്കും ചേനയ്ക്കും മാത്രമുള്ള ഉപ്പിട്ട് കൊടുക്കാം. അടുത്ത് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന 1.5 ശർക്കര ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് നമ്മളിവിടെ 4 തേങ്ങയും ജീരകവും കൂടെ അരച്ച് വെച്ചതുണ്ടല്ലോ, അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായി പേസ്റ്റാക്കി അരച്ച് വെച്ചിരിക്കുന്നതാണ്. ഇനി വെള്ളമൊന്നും ഇത് ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് തേങ്ങ അരച്ചത് ഒന്ന് ആവി കയറട്ടെ. ഉപ്പും അതുപോലെ എല്ലാവർക്കും പിടിക്കണം. ഈ ശർക്കര ഒന്ന് അലിയണം. അപ്പോൾ അതുവരെ ഒന്ന് ചെറു തീയിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. അത് ആവി കയറിയതിന് ശേഷം നമുക്ക് പരിപ്പ് വേവിച്ചതിടാം. അപ്പോൾ ഇനി ഇതിനെ എടുത്തിട്ട് ചെറു തീയിലേക്ക് ചെറിയ അടുപ്പിലോട്ട് ഒന്ന് നമുക്ക് മാറ്റി കൊടുക്കാം. കാരണം വലിയ അടുപ്പിൽ നമുക്ക് തേങ്ങയും അതിനെ നമ്മൾ ചെറിയ അടുപ്പിലോട്ട് മാറ്റി അതവിടെ ഇരുന്നിട്ട് തേങ്ങയും ജീരകം അരച്ചതും അതെല്ലാം കൂടി ഇരുന്ന് ഒന്ന് സെറ്റാവട്ടെ. എന്നിട്ട് അപ്പോഴത്തേക്ക് നമുക്ക് പെയിൻ്റാലിയത്തിൻ്റെ ഉരുളി നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കടുക് വറുക്കാം. അങ്ങനെ അത്രയും വലിയ പാത്രം എടുത്തതെന്ന് വെച്ചാൽ ഇതും പരിപ്പും എല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ട് നമുക്ക് കുഴച്ചെടുക്കേണ്ടതാണ് ഇതിനകത്ത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇച്ചിരി വലിയ പാത്രം എടുത്തിരിക്കുന്നത് കേട്ടോ. ഇതിലെടുത്ത് ഇത് ഉരുളി ചൂടാവട്ടെ, നമുക്ക് എണ്ണ ഒഴിച്ചിട്ട് കടുക് വറുക്കാം. അപ്പോൾ ഉരുളി ചൂടായിട്ടുണ്ട്, നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കടുക് വറുക്കാൻ വേണ്ടി. ഇത് ഇച്ചിരി കൂടുതൽ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്, കാരണം നമുക്ക് തേങ്ങയും കൂടെ വറുത്തെടുക്കാനുള്ളത് കൊണ്ടാണ്. നമുക്ക് കടുക് ഇട്ടു. കടുക് നല്ലോണം പൊട്ടട്ടെ. കടുക് നന്നായി പൊട്ടിയിട്ട് നമുക്ക് അടുത്തത് ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് നല്ല കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് മറ്റൊരു മുളകിനെ പൊട്ടിച്ച് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് വറുക്കാൻ കഴിഞ്ഞു.
ഒഴിച്ച് നമുക്ക് വറുത്തെടുക്കാം. നല്ല ചുമന്ന് വരുമ്പോൾ അതുവരെ നമുക്ക് വറുത്തെടുക്കണം. അപ്പോൾ നന്നായിട്ട് ചുമന്ന് വന്നിട്ടുണ്ട്. തീ കുറച്ച് കൊടുക്കട്ടെ. നന്നായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടെ നേരത്തെ തന്നെ അത് ഓഫ് ചെയ്ത് വെച്ചായിരുന്നേ. നമുക്കിത് ഇതിലേക്ക് തട്ടിക്കൊടുക്കാം. അപ്പോൾ നമ്മൾ വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ടുണ്ട്. ശർക്കരയൊക്കെ നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കടലപ്പരിപ്പും കൂടെ ഇതിനകത്തോട്ട് നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അരമണിക്കൂർ നമ്മൾ പരിപ്പ് വെള്ളത്തിലിട്ടിട്ട് ഞാൻ അരമണിക്കൂർ ഇട്ടില്ലായിരുന്നു, അതുകൊണ്ട് കുക്കറിലിട്ടത്. അരമണിക്കൂറൊക്കെ മുമ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ശരിക്കും അല്ലാതെ തന്നെ കുക്കറിൽ ഇടണമെന്നില്ല, അല്ലാതെ തന്നെ നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ നല്ല ഇതിൽ കിട്ടില്ല. അപ്പോൾ കുക്കറാകുമ്പോൾ ചിലപ്പോഴൊക്കെ നമുക്ക് ഫ്ലോപ്പ് ആവാമല്ലോ, ചിലപ്പോൾ നല്ലോണം വെന്ത് പോവാം, അങ്ങനെയൊക്കെ വരാം. ഇപ്പോൾ ഇത് കുഴപ്പമില്ല, അത്രയ്ക്ക് വെന്ത് പോയിട്ടില്ല. ഒറ്റ വിസിലെടുത്തത് കൊണ്ട് ആ വിസിൽ ഫുൾ പോയിട്ട് വേണം നമ്മൾ തുറക്കാൻ. അപ്പോൾ നമുക്ക് കറക്റ്റ് വേവ് കിട്ടും. ഒത്തിരി അരമണിക്കൂറൊക്കെ വെള്ളത്തിലിട്ടുണ്ടെങ്കിൽ ഒരിക്കലും കുക്കറിൽ ഇടരുത്. അഥവാ കുക്കറിലിട്ടാൽ തന്നെ വിസിലടിക്കാൻ പോലും നിൽക്കരുത്. വിസിൽ വരുമ്പോഴേ, അതിൻ്റെ സ്റ്റീം വരുമ്പോഴേ നമുക്ക് ഓഫ് ചെയ്ത് അങ്ങനെ മൂടി വയ്ക്കാം. അപ്പോൾ കറക്റ്റ് ഭാഗത്ത്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് കൂട്ടി ഇളക്കി യോജിപ്പിക്കാം. പരിപ്പും തേങ്ങ അരപ്പും വറുത്തതും വറുക്കാൻ നമുക്ക് എത്ര തേങ്ങ വേണമെങ്കിൽ എടുക്കാം കേട്ടോ. അതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. ഒത്തിരി തേങ്ങ വറുത്തിടുന്നത് ഇഷ്ടമാണെങ്കിൽ അതിടാം. ഇവിടെ നമ്മുടെ മക്കൾക്ക് തേങ്ങ അലർജി ഉള്ളവരാണ്. അവർക്ക് തേങ്ങ അരച്ച കറി അല്ലെങ്കിൽ തേങ്ങ വറുത്തിടുന്നതോ തേങ്ങ കൊത്തിടുന്നതോ അതിനൊക്കെ അലർജി ഉള്ള മക്കളാണ് എൻ്റേത്. അപ്പോൾ അത് കാരണം ഒത്തിരി തേങ്ങ ഇതിൽ വറുത്ത് കുറേ ഇടുമ്പോഴാണ് അതിൻ്റെ ശരിക്കുള്ള രുചി കിട്ടുന്നത്. ഇത്രയും വലുതിൽ നമ്മൾ വെച്ചാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേതിലൊക്കെ ആകുമ്പോൾ ഇങ്ങനെ ആകെ എല്ലാം കൂടെ അങ്ങനെ കുഴയൂല. അപ്പോൾ അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്രയും വലിയ ഉരുളി നമ്മൾ എടുത്ത് വെച്ചത്. ഇങ്ങനെ ആകുമ്പോൾ നല്ല രീതിക്ക് നമുക്കത് കിട്ടും. നമ്മുടെ കൂട്ടുകറി ഈസ് റെഡി. കാരണം അത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്, നല്ല ടേസ്റ്റുമാണ്. നമ്മൾ ഉപ്പും ഇതൊക്കെ നോക്കി നമ്മുടെ പാകത്തിനാക്കി ഇടുക. പിന്നെ നാളികേരം നന്നായി വറുത്തിട്ട് അധികം ഇത് വെച്ചിട്ട് തിളപ്പിക്കേണ്ട ചൂടാക്കേണ്ട കാര്യമൊന്നുമില്ല. അത് ഓൾറെഡി ഒക്കെ സെറ്റായിട്ടിരിക്കുകയാണ്. നമുക്ക് തീ ഓഫ് ചെയ്യാം. കാരണം ഈ ഇൻഡാലിയത്തിൻ്റെ എന്നൊക്കെ പറയുമ്പോൾ നല്ല ചൂട് നിൽക്കുന്നതാണല്ലോ. അപ്പോൾ നമുക്ക് ഇത് തീ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കറിവേപ്പില എല്ലാം കേട് വന്നു. അത് കാരണം കൊണ്ട് നല്ല കറിവേപ്പിലൊക്കെ കിട്ടാൻ പാടാണ്. നമുക്ക് കറിവേപ്പുണ്ട് വീട്ടിൽ, പക്ഷെ ഒക്കെ ഇലയെല്ലാം കേട് വന്നിരിക്കുന്നു. അപ്പോൾ നമ്മുടെ കൂട്ടുകറി നമ്മൾ റെഡി ആയിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്കൊരു മോര് കാച്ചാം. എന്തെങ്കിലും ചാറും കൂടെ വേണമല്ലോ ചോറ് കഴിക്കാൻ. അപ്പോൾ അത് കാരണം നമുക്ക് മോര് കാച്ചാം. അപ്പോൾ നമുക്ക് മോര് കാച്ചാൽ ആദ്യം തന്നെ മോര് വേണം. മോരില്ലാത്തൊരു കറിയില്ല. വെളിച്ചെണ്ണ, കടുക്, ഉലുവ, അതേപോലെ പച്ചമുളക്, കാന്താരി മുളക്, ഇഞ്ചി,
ചെറിയ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞത്, ഒരു 2 വെളുത്തുള്ളി അരിഞ്ഞത്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, വറ്റൽ മുളക്, ആവശ്യത്തിനുള്ള ഉപ്പ്, കറിവേപ്പില. അപ്പോൾ നമുക്ക് സ്റ്റൗവ് കത്തിച്ചിട്ട് ഒരു ചട്ടി എടുത്തിട്ട് വയ്ക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്, നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. എന്നിട്ട് നമ്മൾക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഈ എടുക്കും കടുക് കടുക് നമുക്ക് ഉലുവിട്ട് കൊടുക്കാം. ഒരു 2 മണി ഉലുവ മതി കേട്ടോ, ഒത്തിരി ഉലുവൊന്നും വേണ്ട, 2 മണി ഉലുവ മതി. കടുക് പൊട്ടട്ടെ. കടുക് ഇവിടെ പൊട്ടിയിട്ടുണ്ട്, നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചുവന്നുള്ളി അരിഞ്ഞിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അടുത്തായിട്ട് ഇഞ്ചി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് തീ ഒന്ന് കുറച്ച് വെക്കണം കേട്ടോ, തീ കുറയ്ക്കാം. എന്നിട്ട് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ കാന്താരി ഇല്ലെങ്കിൽ ഞാൻ കാന്താരി ഇട്ട് കൊടുത്തു, പച്ചമുളക് അല്ലെങ്കിൽ പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇതിൽ ശരി കാന്താരി നമുക്കിങ്ങനെ തൈരിൻ്റെ മോര് കറിയുടെ ഒപ്പം കിടക്കുമ്പോഴേ കഴിക്കാൻ നല്ല രസമാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് നോക്കട്ടെ. കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. ഇതൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരണം. എല്ലാവർക്കും അറിയാമെങ്കിൽ മോര് കറി വയ്ക്കാം, ജസ്റ്റ് കാണിച്ചെന്ന് മാത്രം വയ്ക്കുന്നത്. നമ്മളിന്ന് വയ്ക്കുന്നത് മോര് കറിയാണ്, അപ്പോൾ അത് കാരണം കൊണ്ട് അതൊന്ന് ജസ്റ്റ് കാണിച്ചെന്ന് മാത്രം. അപ്പോൾ നമുക്ക് തീ നന്നായിട്ട് ഇത് നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ചട്ടിയാകൊണ്ട് പെട്ടെന്ന് പുകഞ്ഞു പോകും. അപ്പോൾ നമ്മൾ തീ നന്നായിട്ട് കുറച്ചിട്ട് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അടുത്ത് നമുക്കൊരു 1/2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ട് അതൊന്ന് മൂപ്പിച്ച് കൊടുക്കാം. നന്നായിട്ട് മൂത്തിട്ടിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഓക്കെ, നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. തൈര് ഒഴിക്കണ്ട, അപ്പോൾ അതിനും കൂടെ ചേർത്തിട്ട് വേണം കേട്ടോ ഉപ്പിട്ട് കൊടുക്കാൻ. ഓക്കെ, ഉപ്പിട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായി തിളക്കട്ടെ. നന്നായിട്ട് തിളച്ച് ഇട്ടിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാനറിയോ, ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കാം. ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മുടെ മോരിൻ്റെ പുളിയൊക്കെ അനുസരിച്ചിട്ട് നമുക്ക് വെള്ളം ആഡ് ചെയ്യാം കേട്ടോ. പുളിയില്ലാത്ത തൈരൊക്കെ ആണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. കാരണം അപ്പോൾ പിന്നെ വെള്ളം കൂടെ ഒഴിക്കുമ്പോഴത്തേനും പുളി തീരെ ഇല്ലാതെയാവുമല്ലോ. അപ്പോൾ അതനുസരിച്ചിട്ട് വെള്ളം വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്തു. ഇനി നമുക്ക് ഈ തൈര് മോര് അതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കാം. കാര്യം നമ്മൾ ഈ ഒത്തിരി മോര് കാച്ചുമ്പോൾ തിളയ്ക്കാൻ പാടില്ല. തിളയ്ക്കുമ്പോൾ അത് പിരിഞ്ഞു പോകുമല്ലോ. അപ്പോൾ ഈ ചൂടിൽ നമ്മൾ ആ മോര് ഒഴിക്കുമ്പോൾ രണ്ടും ചൂടങ്ങ് ഇതാവും, ഒത്തിരി തിളയ്ക്കത്തില്ലല്ലോ. അതാണ് അത് തീ ഓഫ് ചെയ്തിട്ട് മോര് ഒഴിക്കുന്നത്. നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ഇവിടെ മോര് കറി
റെഡി ആയിട്ടുണ്ട്. അതിന് നമ്മുടെ 2 കറികളും റെഡി ആയിട്ടുണ്ട്. സദ്യ സ്പെഷ്യൽ കൂട്ടുകറി ഞാൻ പറഞ്ഞാൽ എൻ്റെ അച്ഛൻ ആദ്യമൊക്കെ സദ്യ വെക്കാൻ പോകുന്ന ഒരാളായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ റെസിപ്പിയാണിത്. കൂട്ടുകറിയും അതേപോലെ തന്നെ സിമ്പിളായിട്ടൊരു മോര് കാച്ചിയതും. സിമ്പിളായെന്ന് പറഞ്ഞിട്ട് ടേസ്റ്റിന് യാതൊരു കോംപ്രമൈസും ഇല്ല, നല്ല ടേസ്റ്റാണ് കേട്ടോ. അതും നിങ്ങളെല്ലാവരും കാണുക, ട്രൈ ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത് നിങ്ങൾക്കറിയാവുന്ന ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും നല്ലൊരു വിഭവമായിട്ട്, നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത വ്ളോഗിൽ കാണാം. ഓക്കെ, താങ്ക് യു, ബൈ ബൈ, ഗോഡ് ബ്ലസ് യു.